തൃശ്ശൂർ തിയോഫിനുണ്ട്. തിയോഫിൻ, തൃശ്ശൂരിലെ സ്ഥിതി എങ്ങനെയാണ്? അവിടെ മരം കടപുഴകി വീഴുന്ന സാഹചര്യമൊക്കെ ഉണ്ടായി, വലിയ ശക്തമായ കാറ്റുമുണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത്. തിയോഫിൻ, തൃശ്ശൂരിൽ നിന്നുള്ള വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ഇപ്പോൾ അത്തരത്തിലുള്ള അടിയന്തര സാഹചര്യം ഇപ്പോൾ നിലവിലില്ല. മഴയ്ക്ക് ശമനം വന്നിട്ടുണ്ട്. ചെറിയ തോതിൽ ചാറ്റൽ മഴ മാത്രമാണ് ഇപ്പോൾ തൃശ്ശൂരിലുള്ളത്. എന്തായാലും രാവിലെ ഉണ്ടായ മഴയ്ക്കിടെയാണ് മരം കടപുഴകി വീണ സംഭവം ഉണ്ടായത്. തൃശ്ശൂർ ജനറൽ ആശുപത്രിക്ക് സമീപത്തുള്ള സെന്റ് തോമസ് കോളേജ് റോഡിലായിരുന്നു മരം വീണത്. രാവിലെ 8:45 ഒരു കൂറ്റൻ മരം അത് താഴ്ഭാഗത്ത് വെച്ച് പിളർന്ന് ഒരു വശം റോഡിലേക്ക് വീഴുകയായിരുന്നു. ഈ റോഡിലേക്ക് വീഴുന്ന സമയത്ത് താഴെ പാർക്ക് ചെയ്തിരുന്ന 2 ഗുഡ്സ് ഓട്ടോറിക്ഷകൾ, ഒരെണ്ണം പൂർണ്ണമായും ഒരെണ്ണം ഭാഗികമായും തകർന്നു. ഈ മരം വീഴുന്ന സമയത്ത് ചുവട്ടിലൂടെ മറ്റു തിരക്കേറിയ സമയമായിരുന്നെങ്കിൽ പോലും മറ്റു വാഹനങ്ങളൊന്നും ഇല്ലാതിരുന്നത് വലിയ ദുരന്തം ഒഴിവാക്കി. മരം താഴേക്ക് പതിക്കുന്നതിന് തൊട്ട് മുൻപ് ഒരു സ്വകാര്യ ബസ് ഇതിലേക്ക് കടന്നുപോയിരുന്നു. തന്നെയുമല്ല, ഈ മരം വീണത് മരത്തിനോട് അടുത്ത് തന്നെ വൈദ്യുത കമ്പികൾ ഉണ്ടായിരുന്നു. 11 kV ലൈൻ ഉൾപ്പെടെയുള്ള വൈദ്യുത കമ്പികൾ ഉണ്ടായിരുന്നു. ഇതിന് മുകളിലേക്കാണ് മരം വീണത്. ഈ വൈദ്യുത കമ്പിയിൽ തട്ടി മരം ഒന്നുകൂടി അവിടെ വെച്ച് ഒടിഞ്ഞാണ് താഴേക്ക് പതിക്കുന്നത്. വൈദ്യുത ബന്ധം തകരാറിലാവുകയും ചെയ്തു. വൈദ്യുത കമ്പികൾ പൊട്ടിയത് മൂലം വളരെ പെട്ടെന്ന് തന്നെ ആ സെന്റ് തോമസ് കോളേജ് റോഡിലൂടെയുള്ള ഗതാഗതം ഏറെ സമയം തടസ്സപ്പെടുകയും ചെയ്തു. വളരെ വേഗം ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ എത്തി ഈ മരം മുറിച്ചു നീക്കിയാണ് ഗതാഗതം പുനഃസ്ഥാപിച്ചത്. അതിനുശേഷം തൃശ്ശൂർ നഗരത്തിലെ തന്നെ തൃശ്ശൂർ തേക്കിൻകാട് മൈതാനിയിൽ വിദ്യാർത്ഥി കോർണറുണ്ട്. ചരിത്രപ്രസിദ്ധമായ വിദ്യാർത്ഥി കോർണറിന്റെ ഒരു ഭാഗം ഇടിഞ്ഞു വീണു. ഇത് പിന്നീട് ദേവസ്വം ബോർഡ് അധികൃതർ വന്ന് പരിശോധിക്കുകയും വളരെ വേഗം തന്നെ ഇത് പുനർനിർമ്മിക്കാനുള്ള നടപടികൾ സ്വീകരിക്കും. ഇത്തരത്തിൽ എന്തെങ്കിലും ചെറിയ മഴയുണ്ടാകുമ്പോൾ തകരുന്ന രീതിയിൽ, കാരണം ഈ ഒരുപാട് വെള്ളം ഈ മതിൽക്കെട്ടിനുള്ളിലേക്ക് ഇറങ്ങുകയും മതിൽക്കെട്ട് ഇടിയുകയുമായിരുന്നു എന്നാണ് വിലയിരുത്തൽ. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ കുറച്ചുകൂടി മികച്ച രീതിയിൽ ഇതിന്റെ പുനർനിർമ്മാണം നടത്തും. ഈ മതിലിന്റെ പുനർനിർമ്മാണം നടത്തുമെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് AD സുദർശൻ പറഞ്ഞു. ഇത്തരത്തിലാണ് തൃശ്ശൂരിലെ ഒരു സാഹചര്യം. എന്തായാലും ഇപ്പോൾ വലിയ ശക്തമായ മഴ ഇപ്പോൾ തൃശ്ശൂരിലില്ല. മഴ തീവ്രമായ മഴയെ മാറി നിൽക്കുകയാണ്. എങ്കിൽ പോലും വളരെ കരുതൽ വേണമെന്ന മുന്നറിയിപ്പ് ജില്ലാ ഭരണകൂടം ഇവിടെ നൽകിയിട്ടുണ്ട്. ഉയർന്ന മേഖലകളിൽ, അതായത് മലയോര മേഖലകളിലേക്കുള്ള യാത്രകൾ പരമാവധി ഒഴിവാക്കുക, വിനോദ കേന്ദ്രങ്ങളിലേക്കുള്ള യാത്രകൾ ഒഴിവാക്കുക. താഴ്ന്ന സ്ഥലങ്ങളിൽ വെള്ളക്കെട്ടുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ താഴ്ന്ന നദീ തീരങ്ങളിൽ, താഴ്ന്ന പ്രദേശങ്ങളിൽ അതിനോട് ചേർന്ന് താമസിക്കുന്നവർ എപ്പോഴും കരുതലോടെ ഇരിക്കണം. അത്തരത്തിൽ വെള്ളം ഉയരുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ, കാരണം ഈ പല നദികളുടെയും വൃഷ്ടിപ്രദേശത്ത് മഴ പെയ്യാനുള്ള സാധ്യതയുണ്ട്. മഴ കിഴക്കൻ മേഖലകളിൽ, പ്രത്യേകിച്ച് മലയോര മേഖലകളിലെല്ലാം. വിദ്യാർത്ഥി കോർണറിന്റെ മതിൽ ഇടിഞ്ഞു വീണിട്ടുണ്ട്. അത് സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടോ? ഈ മതിലിന്റെയാണ് വിവരങ്ങൾ പറഞ്ഞത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് വിദ്യാർത്ഥി കോർണറിന്റെ മതിൽ ഈ മഴയിൽ, നമ്മൾ നേരത്തെ സൂചിപ്പിച്ച മരം വീണ സമയം കഴിഞ്ഞ ഒരു അരമണിക്കൂറിനുള്ളിലാണ് ഈ മതിലിടിഞ്ഞ് വീഴുന്ന സംഭവം ഉണ്ടായത്. ഇത് പിന്നീട് ദേവസ്വം ബോർഡ് അധികൃതർ എത്തി ഇത് പരിശോധിക്കുകയും ഈ സ്ഥലം ഇത് വളരെ വേഗം തന്നെ ഇത് പുനർനിർമ്മിക്കാൻ വേണ്ട നടപടികൾ സ്വീകരിക്കുമെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് AD സുദർശൻ നമ്മളെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത് മഴ പ്രതീക്ഷിക്കാത്ത രീതിയിൽ മഴ ഈ മതിൽക്കെട്ടിനുള്ളിലേക്ക്, അതായത് പഴയ മതിൽക്കെട്ടാണ്. ആ മതിൽക്കെട്ടിന്റെ ഉള്ളിൽ കൽക്കെട്ടിനിടയിൽ മണ്ണാണ് കൂടുതലും നിറഞ്ഞിരിക്കുന്നത്. അതിനിടയിലേക്ക് വെള്ളം ഇറങ്ങി ആ ഒരു സമ്മർദ്ദം കൊണ്ടാണ് മതിൽ വീണത് എന്നാണ് നിഗമനം. അത്തരത്തിൽ അത് പുനർനിർമ്മിക്കാൻ വേണ്ട നടപടികൾ സ്വീകരിക്കുകയും അതിന് നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ടെന്നും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അറിയിച്ചിട്ടുണ്ട്. തൃശ്ശൂരിലെ വിശദാംശങ്ങളാണ് തിയോഫിൻ നൽകിയത്.